ഇവരൊരു ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. മൊത്തം ഈ ഷോറൂം എല്ലാം അടക്കം ഒരു ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് നിങ്ങൾ വണ്ടികൾ എടുത്ത് പെട്ടാലും ഈ ഒരു ഫോറത്തിൽ വരുന്ന ഏത് ഷോറൂം നിങ്ങൾ വണ്ടികൾ എടുത്ത് പെട്ടാലും ആവശ്യമില്ല. ഒരു 16-17 മൈലേജും കിട്ടും. 15 എന്തായാലും കിട്ടും. 15 എന്തായാലും ഉറപ്പിക്കാം. ഓക്കെ, മൈലേജ് കിട്ടും. 20 to 23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. യാതൊരുവിധ പെൻഡിങ് വർക്കും ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല. നോർമൽ ഓട്ടോ ഓടിയുള്ളൂ. 40,000 കിലോമീറ്റർ 40 സർവീസ് ചെയ്തു. എന്തായാലും ഒരു 1-10 രൂപ മാറുന്ന നല്ലതാണ്. അഡ്വാൻസ് ആയിട്ട് മാറുന്നല്ല നല്ലത്. വലിയ എമൗണ്ട് ഒന്നും വരില്ലല്ലോ. അങ്ങനെ നമ്മളൊരു റമദാൻ സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് സിറ്റി കാസിൽ വന്നിരിക്കുകയാണ്. ജംഷീർക്കയുടെ അടുത്ത് സുഖല്ലേ? സുഖമായിട്ട് വേണം. റമദാൻ ഇപ്പം പിന്നെ 6 നോമ്പ്. നമ്മൾ ക്ഷീണാലും ഈ ഹാപ്പി ആണല്ലോ. നമ്മക്ക് ക്ഷീണാലും ഈ ഹാപ്പി അല്ലേ? റെഡി ആയിട്ടോ? മംഗലയോഗ റെഡിയായി. ആൾക്കാർ അറിയണോ? പറഞ്ഞോ എന്നാ ഏതായാലും സെക്കൻഡ് ടൈം ഇനി പോലെ കിട്ടൂല. ഓ ലോക്കായി. ഇനിയിപ്പോ ഇതേമാതിരി എപ്പിസോഡൊന്നും ഇതേമാതിരി ആഴ്ച ഇന്ന് തന്നെ ഇപ്പൊ വീഡിയോ ചെയ്യാൻ വന്നപ്പോ ആ മൂലൊക്കെ ഫോൺ ചെയ്യും. 1 മണിക്കൂറൊറ്റായി. മാറ്റർ എന്താ? നമ്മളെ മാറ്റർ ഇപ്പൊ എന്താ? നോമ്പാണ്. നോമ്പ് ഒരു 10 വരെ കച്ചവടം പൊതുവെ മോശമായിരിക്കും. മലബാറിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഈ വടകരക്കാരനാണല്ലോ. പ്രത്യേകിച്ച് മോശം ഉണ്ടോ കച്ചവടം? അപ്പൊ എല്ലാവരും നോമ്പിന്റെ ആ ഒരു മൂഡ് അധികം ആൾക്കാരുണ്ടാവുക. ഓവറോൾ എല്ലാവരും ഉണ്ട്. നോമ്പാരില്ലാത്തവർ നമ്മുടെ കസ്റ്റമേഴ്സാണ്. നോമ്പാകുമ്പോൾ ഒരു പൊതുവേ ഡൗൺ ഉണ്ടാവും. ബാക്കി ഇൻഷാ അള്ളാ ഒരു 10 നോമ്പ് കഴിഞ്ഞാൽ ലെവലാവും. വണ്ടികൾ ഒരുപാട് വണ്ടികൾ ചെറുതും വലുതൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നമ്മളിത് ഒരു 45-50 അടുത്ത് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 15 വണ്ടിയൊക്കെ കാണിക്കുള്ളൂ. കാണിച്ച വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പഴയ പോലെ പിന്നെ ഒരു മാസം തന്നെ 2 വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം തന്നെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ ഒരു 10-12 ഉണ്ട്. അപ്പോൾ മാക്സിമം കാണിക്കാം. അതൊക്കെയാണ്. കല്യാണം ഡേറ്റ് ഉറപ്പിച്ചോ? എന്താ മെയിൻ പരിപാടി എന്താ? വീട് കാഴ്ച പറയും. വീട് കാഴ്ച ഹിന്ദുക്കൾ അങ്ങനെ പറയാം. വീട് കാഴ്ചക്ക് വരിക എന്നാ പറയടോ. അപ്പോ എല്ലാവർക്കും ചെലവ് ഉണ്ട്. മാക്സിമം എത്ര ആൾക്കാർക്ക് വരാൻ പറ്റൂ? സിറ്റി കാറിലൂടെ സ്ഥലമുണ്ട്. ഒരു പരിപാടികൾ ഫിക്സ് ചെയ്യും. ഞാൻ വിളിച്ച് അനൗൺസ് ചെയ്യും. വലിയ ഗ്രാൻഡ് പരിപാടി, ഉച്ചക്കത്തെ ഫുഡ്. മാക്സിമം ആൾക്കാർ വന്നു വിളി. ഒരു 500 ആൾക്കാർ ഉണ്ടായിക്കോട്ടെ എന്നാലും. അപ്പോൾ വരുന്നവരൊക്കെ കറക്റ്റ് വീഡിയോയുടെ അടി കമന്റ് അടിച്ചാൽ നമ്മുടെ പരിപാടി ഗ്രാൻഡ് ആക്കൂടെ. ലോൺ ഒന്നും ചിലവ് ഞാൻ തരാം. യാത്ര കഷ്ടപ്പെടുന്ന പരിപാടിക്ക് വേണ്ടിട്ട് അതുകൊണ്ട് പറയാം. കച്ചവടം നടക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കല്ലേ? ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ. കോഴിക്കോട് മീൻചന്തക്ക് അടുത്താണ്. കോഴിക്കോട് മീൻചന്ത എന്ന് പറഞ്ഞാൽ മീൻചന്ത ജസ്റ്റ് ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയാൽ മീൻചന്ത ടൗണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാങ്കാവ്. ഈ 2.5 കിലോമീറ്ററിനകത്ത് 19 ഷോറൂമുകളുള്ളത്. ഈ 19 ഷോറൂമുകളിൽ വന്നാലേക്ക് മിനിമം ഒരു 600-700 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റി കാർ എയിം വെച്ച് വന്നാലും, മാർക്ക് 4 എയിം വെച്ച് വന്നാലും, ക്യാപ്സ് കാർ എയിം വെച്ച് വന്നാലും, കാർ സോൺ എയിം വെച്ച് വന്നാലും, ഷെമീർ കാർസ് എയിം വെച്ച് വന്നാലും, മെട്രോ കാർസ് വെച്ച് വന്നാലും, നിങ്ങൾക്ക് എവിടെ എയിം വെച്ച് വന്നാലും നിങ്ങൾക്ക് ആഗ്രഹിച്ച വണ്ടി എവിടുന്നെങ്കിലും സ്ഥലത്ത് കിട്ടും. നിങ്ങൾ എവിടുന്ന് എടുത്താലും എല്ലാ വണ്ടിയും ട്രസ്റ്റഡ് വണ്ടികളാണ്. ഒരു കുഴപ്പമില്ല. എല്ലാ ഡീലേഴ്സും നല്ല ഡീലേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ 2.5 കിലോമീറ്റർ 19 ഷോറൂമുകളിൽ നിങ്ങൾ ഏത് വണ്ടി എടുത്താലും ഈ 19 ഷോറൂമുകളിലെ ഉടമകൾക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സംരംഭമൊന്നുമല്ല. നമ്മളെ ഒന്നുകൂടെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ബിസിനസ്സിനകത്ത് ഉണ്ടാവും. അപ്പൊ ചില ആൾക്ക് ഭയങ്കരമായിട്ട് അത് വിഷമാവും. അപ്പൊ താഴേക്ക് പറ്റിക്കൽ പെട്ട് ബുദ്ധിമുട്ടായി, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ തിരിച്ചു കൊടുത്തേക്ക് കാശ് തിരിച്ചു കിട്ടിയില്ല, ഡിലേ വന്ന്, അഡ്വാൻസ് സ്റ്റോർ, അപ്പൊ എല്ലായിടത്തും വരുന്ന വിഷയങ്ങളാണ്. അതൊക്കെ മാറ്റി നിർത്തി 100% ഓപ്പൺ ആയിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജെന്യൂൻ ഒരു പരിപാടി. മാങ്കാവ് മുതൽ മീൻചന്ത വരെ 19 ഷോറൂമുകൾ. ഇവരൊരു ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. മൊത്തം ഈ ഷോറൂം എല്ലാം അടക്കം ഒരു ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് നിങ്ങൾ വണ്ടികൾ എടുത്ത് പെട്ടാലും ഈ ഒരു ഫോറത്തിൽ വരുന്ന ഏത് ഷോറൂം എല്ലാവരുടെ നമ്മളൊരു നാമനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഫ്ലഡ് ആൻഡ് ടോട്ടൽ ലോസ് വെഹിക്കിൾ ചെയ്യാൻ പാടില്ല. നമ്മളിതിന് മുന്നേ ഒരു 1 ഇയർ ബാക്കിലൊക്കെ 2-3 ഫ്ലഡ് വണ്ടി ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫ്ലഡ് പറഞ്ഞിട്ട് ചെയ്താലും പറയാണ്ട് ചെയ്താലും ഇനി മുതൽ ഫ്ലഡ് വിൽപ്പന ഇല്ല. ഈ 2.5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്ലഡ് വിൽക്കൂല, ടോട്ടൽ ലോസ് വിൽക്കൂല. പിന്നെ എല്ലാ വണ്ടികൾക്കും വാറണ്ടി കൊടുത്തിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും ഇനി മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഏത് ഷോറൂം ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പരാതിനെ അറിയിക്കുക. ഒന്നെങ്കിൽ ഇന്നെ അറിയിക്കുക, തൊട്ടപ്പുറത്ത് മാർക്കിൽ അറിയിക്കുക, ക്യാബ്സിൽ അറിയിക്കുക, കാർ സോണിൽ അറിയിക്കുക, ഷെമീർ കാർസിൽ അറിയിക്കുക, മെട്രോ കാർസിൽ അറിയിക്കുക. നിങ്ങൾക്ക് പരാതി എവിടെയും പറയാം. ഇത് നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് അത് പരിഹരിച്ചു തരും. അതാണ്. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ജനങ്ങളിലേക്ക് ഒന്നുകൂടി എന്താന്ന് വെച്ചാൽ നല്ല സാധനം കൊടുക്കുക, ക്വാളിറ്റിയുള്ള വണ്ടി വിൽക്കുക എന്നുള്ളതിന് വേണ്ടി ഒരു തീരുമാനപ്പെടുത്താണ്. അപ്പം മൈന്യൂട്ടായ പരാതി പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 19 ഷോറൂമിൽ നിന്ന് എടുത്താലും നോ പ്രോബ്ലം.
നിങ്ങൾ വരിക, ബിസിനസ് ചെയ്യുക, എൻക്വയറി നടത്തുക, ഹാപ്പിയാണ്. 19 ഷോറൂം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാണ്ടാ പറയുന്നത്, അല്ലാണ്ടത് എന്നെ ആരും ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് വന്ന ആള് എന്നുള്ള നിലക്ക് ഞാൻ മുന്നോട്ട് വന്ന ആളാണ്. ക്യാപ്സ് ഷെമിൽ മുന്നോട്ട് വന്ന ആളാണ്, ഷെമീർക്ക് മുന്നോട്ട് വന്നാണ്. ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പറയില്ല, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ആർക്കെങ്കിലും അകത്ത് ഈ 19 ഷോറൂമുകൾ ആൾക്കാർക്ക് നമ്മൾ ഈ കണ്ടീഷൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കണ്ടീഷൻസ് ഉള്ള ഷോറൂമിലേക്ക് കയറുമ്പോൾ ഓജസ് ലൈസൻസും അതിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും. മാങ്കാവ് ടു മീൻചന്തിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും. അടിപൊളി ഒരു എഷുറൻസ് ആയിരിക്കും നിങ്ങൾക്ക്, അത് ജെന്യൂൻ ആയിരിക്കും. അപ്പോൾ അതിപ്പോൾ നിലവിലൊരു 10 ദിവസം കൊണ്ട് തന്നെ ഫുൾ നിയമാലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരും. അപ്പോൾ ഒരു ഫുൾ ഷോറൂം ആണെങ്കിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് സിറ്റിക്കാരുടെ വീഡിയോ അല്ല, ഈ മീൻചന്ത മുതൽ മാങ്കാവരെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് നമ്മളെ വീഡിയോയിലൊക്കെ പോവാം. ഞാൻ ചോദിക്കാണോ ചെയ്തല്ലേ, ഇതൊരു എല്ലാ സ്ഥാപനങ്ങളിലും ഓണേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. നമ്മൾ ബിസിനസ് എപ്പോഴും നമുക്ക് സ്മൂത്ത് ആവും, പരസ്പരം പാരവെപ്പ് കുതുകാല് വിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ മുഖത്ത് ചോദിച്ച് സംസാരിച്ച് പരിഹരിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള അതൊരു നമ്മളൊരു ഒരു വണ്ടർഫുൾ യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കും ഇവിടെ മൊത്തം നമ്മളെല്ലാവരും നമ്മുടെ സംഘങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, കാർ സോണ്, സിറ്റി കാർ, മാർക്ക് 4, ക്യാപ്സ്, മെട്രോ, ഷെമീസ് കാർസ്, പിന്നെ കൊളംബോ കാർസ്, പിന്നെ കാർ ട്രാക്ക്, കാർ സൂക്ക്, പിന്നെ കോംബോ കാർസ്, പിന്നെ ഒരുപാട് പോകുന്നത് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എവിടെ എടുത്താലും നമ്മൾ ബാക്കിലുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ക്രെറ്റ, ഹ്യുണ്ടായി ക്രെറ്റയാണ് ഫസ്റ്റ് വാഹനം. ഹ്യുണ്ടായി ക്രെറ്റ നമ്മൾ മറ്റേത് അത് ഇതിൻ്റെ അകത്തല്ല, അപ്പോൾ അങ്ങനെ 11 അതൊന്നുകൂടി ഇതാക്ക്, ഒരു ഊർജ്ജം വരട്ടെ. ഈ രാത്രി ഉറക്കില്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് ഈ ഫോൺ ചെയ്തിട്ട്. ഉറക്കലുണ്ട്. KL 11 രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ക്രെറ്റ 2017 മോഡൽ, 2017 മോഡൽ SX പ്ലസ് ആണ്. SX പ്ലസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, 2 എയർ ബാഗ്. SX-ൽ 2 എയർ ബാഗ് മാത്രം വരുള്ളൂ. ഇത് പുഷ് സ്റ്റാർട്ട് വരും. ഓപ്ഷനിലാണ് 6 വരുന്നത്. ഓപ്ഷനിലാണ് 6 എയർ ബാഗും പിന്നെ ലെതർ സീറ്റും വരിക. സീറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 2017 മോഡൽ. പുതിയ മോഡൽ ക്രെറ്റൻ്റെ അലോവിലിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്രെറ്റ വരുന്നില്ല, അതിന്റെ 15 അലോവിലിട്ടുണ്ട്. 4 ടയർ ഗുഡാണ്. കോഴിക്കോട് വണ്ടിയാണ്. 1,06,000 കിലോമീറ്റർ ഓടി. ക്ലച്ച് പുതിയതാണ്. കമ്പനി സർവീസ് ഫുള്ള് പോയിട്ടുണ്ട്. ഡീസൽ മാനുവൽ 1,06,000 രൂപ ഡീസൽ മാനുവൽ. നമ്മൾ ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപ. 9.5 2017 SX പ്ലസ് ക്രെറ്റ 1,07,000 8 ലക്ഷം വരെ ലോൺ കിട്ടും. 8 ലക്ഷം വരെ ലോൺ കിട്ടും. 9.5 നമ്മൾ ചോദിക്കുന്നത് മാന്യമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. 1 ലക്ഷത്തിനുള്ളിൽ കണ്ടാൽ 1 ലക്ഷത്തിന് താഴെ കണ്ടാൽ 2017 മോഡൽ കോഴിക്കോട് വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇറക്കാൻ പറ്റും. ഒരു 16-17 മൈലേജും കിട്ടും. 15 എന്തായാലും കിട്ടും. 15 എന്തായാലും ഉറപ്പിക്കാം. ഓക്കെ, 1.6 ആണ്. അതെ. ഇപ്പം നിലവിൽ എന്തെങ്കിലും വർക്കുണ്ടോ വണ്ടി? നിലവിൽ ഒന്നുമില്ല. ക്ലച്ച് എല്ലാം പുതിയ മാറി, ടയർ എല്ലാം പുതിയതാണ്, ഇൻഷുറൻസും പുതിയതുണ്ട്, വണ്ടി ഫുൾ പക്കയാണ്. ഒരു പെൻഡിങ് വർക്ക് ഒന്നുമില്ല. എടുക്കാൻ ഓടിക്കാം. ബാറ്ററി വരെ പുതിയതാണ്. ഓക്കെ, അപ്പോൾ 1 ലക്ഷത്തിനുള്ളിൽ കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു ഡീസൽ ക്രെറ്റ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സ്വിഫ്റ്റ് ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ സ്വിഫ്റ്റ്. 2016 മോഡൽ സ്വിഫ്റ്റ് VD ഡീസൽ, സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ ഓടി. 89 ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തു. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് പോയിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 4,70,000 4,70,000 സ്വിഫ്റ്റ് ആണ്. 90,000 ഓടി. സെക്കൻഡ് ഓണറാണ്. 4-4.25 വരെ നമുക്ക് ലോണ് കിട്ടും. 4 ലക്ഷം 4.25 വരെ ലോൺ കിട്ടും. 2016 ഡീസലാണല്ലോ. മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. വണ്ടി നീറ്റാട്ടോ. ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസും ഇല്ല. നീറ്റാണ്. 4 ചോദിക്കുന്നുണ്ട്, മാന്യമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. 16 മോഡൽ. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. മേജർ ഒരു 1.20 അല്ലേ വരും. ടൈമിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ 1.10 മാറ്റും, ചിലർ 1.20 മാറ്റും, ചിലപ്പോൾ 1.60 മാറ്റില്ല. സൗണ്ട് കൂടിക്കുക, അങ്ങനെ സൗണ്ട് പോലെ ചിലർ മാറുള്ളൂ. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് സൗണ്ട് ഒന്നും വരില്ല. എന്തായാലും ഒരു 1.10 1.20 മാറുന്ന നല്ലതാണ്. അഡ്വാൻസ് ആയിട്ട് മാറുന്നല്ല നല്ലത്. വലിയ എമൗണ്ട് ഒന്നും വരില്ലല്ലോ. മൊത്തം മാറുന്ന എക്സ്പെൻസിന്റെ ഒരു 18,000 രൂപ വരുള്ളൂ. മൊത്തത്തിൽ മാറാൻ ലേബർ അടക്കം 18,000 രൂപ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ചെറിയൊരു എമൗണ്ടിന് വേണ്ടി മാറ്റാണ്ടല്ലോ. കമ്പനി തന്നെ 18,000 രൂപ വരുള്ളൂ. 11,000 രൂപ വെൽറ്റിന് വരുള്ളൂ. ഒക്കെ പാടെ ഒരു 20 രൂപ താഴെ എന്തായാലും വരുള്ളൂ. അപ്പോൾ മാറുന്ന നല്ലത്. അടുത്തൊരു i20 വന്നു. KL 29 രജിസ്ട്രേഷൻ ആണ്. ഇതും ഡീസലാ? ഇത് പെട്രോളാണ്. പെട്രോൾ ആസ്റ്റ ഓപ്ഷൻ 2017 മോഡൽ. ഏറ്റവും ടോപ്പിൻ്റെ ആസ്റ്റ ഓപ്ഷൻ. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 6.45 ആണ്. 6,45,000 ആസ്റ്റ ഓപ്ഷനിലാണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 2017 മോഡൽ ആസ്റ്റ ഓപ്ഷൻ. പിന്നെ സിംഗിൾ ഓണർ ആണ്. വേറെ മറ്റുള്ള റീപ്ലേസ് ഒന്നുമില്ല. ഒരു 5.5 വരെ ലോൺ കിട്ടും. നല്ല ടയർ ബാഗുകളുണ്ട്. അതെ. ഓക്കെ, 5 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഒരു
13-14 വരെയൊക്കെ മാക്സിമം 12 to 15-നുള്ള മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ ആകുമ്പോൾ 15 കിട്ടും. ലോക്കൽ എന്തായാലും 10 to 12 എന്തായാലും കിട്ടും. അത്രയും നോക്കണ്ടോ? 15-അകത്തായിട്ടുള്ള മൈലേജ് കിട്ടും. 1.2 പെട്രോൾ I20 പൊതുവെ മൈലേജ് പക്ഷേ നല്ല വണ്ടിയാണ്. ഓക്കെ, നോമ്പായോണ്ട് മൊത്തത്തിൽ ഫുൾ ഡൗണാ. നോമ്പിന് ഒച്ചപ്പാടായിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ ഉണ്ടാക്കുക. പത്തല്ലേ പോയാലോ? ഓക്കെ. KL 36 വൈക്കം രജിസ്ട്രേഷനുള്ള I20, വീണ്ടും I20 തന്നെയാണ്. I20 2018 മോഡൽ, 2019 ഡെലിവറി ആൻഡ് രജിസ്ട്രേഷൻ. ആസ്റ്റ ഓപ്ഷനിൽ ഡീസലാണല്ലേ ഇത്? ആസ്റ്റ ഓപ്ഷനിൽ ഡീസൽ 50,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പിന്നെ ഫുൾ കമ്പനി സർവീസാണ്. റീപ്ലേസ് രണ്ട് ഗ്ലാസും മാറിയിട്ടുണ്ട്. ഒരു സൈഡ് ഗ്ലാസും ഒരു ക്വാർട്ടർ ഗ്ലാസും മാറിയിട്ടുണ്ട്. ബാക്ക് ഡോറാ? അല്ല, ലെഫ്റ്റ് സൈഡ് ഈ ഫസ്റ്റ് ഡോറിന്റെ ഗ്ലാസും ഏറ്റവും ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസും മാറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണ്, 50,000 കിലോമീറ്റർ ഓടി. അത് ഹിസ്റ്ററിയിലുള്ളതാണ്, ഹിസ്റ്ററി എടുത്താൽ കിട്ടും. വേറെ ഫ്രണ്ട് കൊണ്ട് അടി ബോണ്ട് മാറുക, ഗ്ലാസ് മാറുന്നില്ല. ഗ്ലാസ്സിലുള്ള രജിസ്ട്രേഷൻ ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിക്ക് അങ്ങനെ ഫ്രണ്ട് കൊണ്ടുള്ള പരിക്കുകളൊന്നുമില്ല. അല്ലാതെ തന്നെ ഗ്ലാസ് രണ്ടെണ്ണം മാറിയതാണ്. വണ്ടീന്റെ വില നമ്മൾ ചോദിക്കുന്ന ഒരു 6,25,000 രൂപ മാത്രമാണ്. 2018 6.5 ലക്ഷം രൂപ. 2018 രജിസ്ട്രേഷൻ, 19 ആസ്റ്റ ഓപ്ഷൻ ഡീസലാണ്. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ കയറുന്ന ഒരു വണ്ടിയാണ്. 6.5 ലക്ഷം രൂപയ്ക്ക് I20 ഫുൾ ലോണിൽ. ഒരു രൂപ നിങ്ങൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഡീസൽ I20 ആണ്. നല്ല കളറാണ്. I20 ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കളറാണ്. പിന്നെ 18 19 7 മാസം വണ്ടിയാണ്. അതിൽ വരുന്ന ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഡീസലാണ്, ലോ കിലോമീറ്റർ ആണ്. ഇതിന്റെ അലോയ്സ് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് കുറച്ച് വീണ്ടും ന്യൂ ഷേപ്പ് മാറും. ബമ്പർ, രണ്ട് ബാക്ക് ബമ്പർ ഫ്രണ്ട് ബമ്പർ മാറുമ്പോൾ വരുന്ന ടൈപ്പ് വണ്ടിയാണിത്. വണ്ടി വേറെയുള്ള മറ്റുള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ റീപ്ലേസുകൾ ഉണ്ട്. നമുക്ക് 6.5 ചോദിക്കുന്നുണ്ട്, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. അതിൽ തന്നെ ഫുൾ ഓണാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ മൈലേജ് ഉണ്ടാവും 18-20 ലോങ്ങിലേക്ക് 20 കിട്ടും. ലോക്കൽ എന്തായാലും 15 16 17 എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു പ്രീമിയം ഹാഷ് ബാഗ് വന്നു. പോളോ ആണ്, ഫോക്സ് വാഗൺ പോളോ. 2015 മോഡൽ ഡീസൽ കംഫർട്ട് ലൈൻ ആണ്. ഓക്കെ, 2015 4 സിലിണ്ടർ വരുന്ന ഡീസൽ കംഫർട്ട് ലൈന് 1,05,000 കിലോമീറ്റർ ഓടി. 1.5 ലിറ്റർ 1.5-ല് 1,05,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ വണ്ടി, കോഴിക്കോട് രജിസ്ട്രേഷൻ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നില്ല 4,35,000. 4,35,000 രൂപയ്ക്ക് 2015 ഹൈലൈൻ 1.5 ലിറ്റർ ഡീസൽ പോളോ 1,05,000 കിലോമീറ്റർ ഓടിയ പോളോ ആണ്. മേജർ കഴിഞ്ഞോ? 1,05,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ മേജർ 1.25 വരിക. മേജർ മെയിനായിട്ട് വണ്ടി ഫുള്ള് പക്കാണ്, എല്ലാ ഭാഗം വർക്കിംഗ് ആണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഈ സർവീസ് വരെ കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. പുറത്തുനിന്ന് ചെയ്ത വണ്ടിയല്ല. പിന്നെ കോഴിക്കോട് വണ്ടി തന്നെയാണ്. പിന്നെ വേറെന്താ, കോഴിക്കോട് വണ്ടി KL 11 സെക്കൻഡ് ഓണർ, 1,05,000 കിലോമീറ്റർ ഡീസൽ. പിന്നെ 4.35 പറഞ്ഞാൽ നമുക്ക് 4 ലക്ഷം വരെ ലോൺ കിട്ടും. 35,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. ഏകദേശം 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല പവർ ഉണ്ടാവും. ആക്ച്വലി ഇപ്പോൾ ലൈവിൽ ഒരു കംപ്ലൈൻസും ഇല്ല. വണ്ടി ഫുൾ പക്കയാണ്. ടച്ച് സൈഡ് ആയിക്കോട്ടെ, എഞ്ചിൻ സൈഡ് ആയിക്കോട്ടെ, ഇഞ്ചക്ടർ സൈഡ് ആയിക്കോട്ടെ, എല്ലാം വണ്ടി പക്ക വലി. ആ ടർബോ 2 വരുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് നല്ല പോകുന്നുണ്ട്. വണ്ടിക്ക് അതൊരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ടയേഴ്സും അത്യാവശ്യമുണ്ട്, ടയേഴ്സ് ഒന്നും മോശമില്ല. ടയേഴ്സ് എല്ലാം ഒരു ആവറേജ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കിലെ ടയറും ഓക്കെയാണ്. എന്തായാലും 50ന്റെ മുകളിൽ ടയർ ഉണ്ട്. 50 എന്തായാലും ഉണ്ട്. വേറെ എടുത്തപാട് ചിലവാക്കാനൊന്നുമില്ല. 4.35 ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ക്രെറ്റ വന്നു. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള ക്രെറ്റയാണ്. ജംഷീർക്ക് ഉഷാറില്ലാത്തതുകൊണ്ട് ഞാനും എന്റെ ഉഷാർ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നുണ്ട്. ഒന്നാമത്തെ ചൂട് വല്ലാതെ കൂടെ. പിന്നെ പറഞ്ഞാൽ ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങിക്കുന്നത്. സാധാരണ നേരം വരുന്ന കുറച്ച് ചെറിയ പണിയുണ്ട്. ഒരു കസ്റ്റമർ രാവിലെ വന്നപ്പോൾ നേരത്തെ ഇറങ്ങിയ സൈഡായി പോയി. ഞാൻ വിളിച്ച് വരുത്തിയാണല്ലോ. അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാണ്ടാതെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ച് വരുത്തിയോണ്ട്. അപ്പോൾ 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്നത്. 18 2 മോഡൽ വരുന്നുണ്ട്. ഓൾഡ് മോഡലും വരുന്നുണ്ട്, ന്യൂ മോഡലും വരുന്നുണ്ട്. അതിൽ ന്യൂ ഷേപ്പ് വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി, കോഴിക്കോട് രജിസ്ട്രേഷൻ, 1,20,000 കിലോമീറ്റർ ഓടി. 1.20 സർവീസ് ഇപ്പോൾ ഓൾറെഡി കമ്പനിയും ചെയ്തു. യാതൊരുവിധ പെൻഡിങ് വർക്കും ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല. ഇത് 6 എയർ ബാഗ് ഒക്കെ വരുന്ന ഓപ്ഷൻ. ഓട്ടോമാറ്റിക്കിൽ ഫുൾ ഓപ്ഷൻ 2 എയർ ബാഗ് വരുള്ളൂ. ഓട്ടോമാറ്റിക്കിൽ SX പ്ലസ് ആണ് ഓട്ടോമാറ്റിക്കിൽ വരിക. SX ഓപ്ഷൻ മാനുവൽ വരുമ്പോഴാണ് 6 എയർ ബാഗ് വരുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് 2 എയർ ബാഗും സൺറൂഫാണ് വരിക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ 1.20 ഓടി, ഫുള്ള് കമ്പനി സർവീസ് പോയി. പിന്നെ പെൻഡിങ് ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുൾ പക്ക കണ്ടീഷനാണ്. ഇതിന്റെ വില 11.5 ലക്ഷം രൂപ. 11,50,000 രൂപയ്ക്ക് 2018 ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 10-10 ലോൺ വരും. ഫുള്ള് ലോൺ കിട്ടും. ഈ 11 ലോൺ കിട്ടും. മൊത്തം കിട്ടും. മൊത്തം ലോൺ കിട്ടും. 1 ലാഖ് ഒന്നും കാണണ്ട. ഡൗൺ പേയ്മെന്റ് ഒന്നും കാണണ്ട. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, കോഴിക്കോട് വണ്ടിയാണ്. എത്ര മൈലേജ് വരും? വെൽ മെയിൻറ്റൈൻ. എന്താണ് എത്ര മൈലേജ് കിട്ടും? മൈലേജ് 15 കിട്ടും.
ഓട്ടോമാറ്റിക് ആയാലും ഓട്ടോമാറ്റിക് 15 കിട്ടും. 1.6-ൽ ഡീസൽ ഓട്ടോമാറ്റിക് 15 കിട്ടും. ഈ ലോക്കലിൽ നമ്മൾ ഈ ടൗണിലൊക്കെ കറങ്ങാൻ ഒരു 13-ഉം ലോങ്ങിൽ 15-16 എന്തായാലും കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് തന്നെ അത്രയും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് അത്യാവശ്യം പോകുന്ന വണ്ടിയാണ്. ഇവര് കേൽപ്പൈനൊന്നാണ് വണ്ടി എങ്ങനെയായാലും ലുക്കാ കറക്റ്റ് സാധനം ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, വേറെ ഇപ്പോൾ ഒരു പെൻഡി വർക്കില്ല. പെൻഡി വർക്കൊന്നുമില്ല. ഇപ്പോൾ 1.20 സർവീസ് ഓൾറെഡി ചെയ്തു. ഓക്കെ, വണ്ടി ഗുഡാണ്. ഓക്കെ, പുതിയതുണ്ട്, ടയറുണ്ട്, എല്ലാ ഭാഗവും ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു സെയിം ലുക്ക് ക്രെറ്റ തന്നെയാണ്. സീറ്റ് കവർ കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, രണ്ടും മാറ്റമുണ്ട്. ഇത് രണ്ടാണ് മറ്റേ നോർമലാണ് അല്ലേ? ഇതിൽ പിന്നെ വേറെ വ്യത്യാസമുണ്ട്. 2018 വരുന്ന സമയത്ത് സീറ്റിന് സ്ലൈഡിങ് സ്വിച്ച് വരില്ല. 19 സ്ലൈഡിങ് സ്വിച്ച് ബാക്കോട്ട് ആക്കാനും ഫ്രണ്ടിലേക്ക് നോക്കാനും സ്വിച്ച് വരും. ഇത് 19ആണ്. 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ ഓടി, 40-ന് സർവീസ് ചെയ്തു. പിന്നെ ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്, കസ്റ്റമർ വണ്ടിയാണ്. ഇതിന് അവർ ചോദിക്കുന്ന വില 15,000 15,50,000 രൂപ. 2019. നിങ്ങൾ നേരത്തെ കണ്ട വണ്ടി എന്ന് വെച്ചാൽ ഇതിന്റെ ഡബിള് ഓട്ടോ പോയിട്ടുണ്ട്. അതെ, മറ്റേത് 20 ഓടിയിട്ടുണ്ട്, 40 ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. ആ ഒരു മാറ്റം എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു വർഷവും കൂടി ആ സ്വിച്ചിന്റെ ഇങ്ങനത്തെ കുറച്ച് കോയാസിന്റെ സീറ്റ് ചെയ്തിട്ടുണ്ട്. കോയാസിന്റെ സീറ്റ് ഓൾറെഡി ലെതറിന് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ എന്ന് പറയുന്നത് അതുള്ളത്. പിന്നെ സൺറൂഫ് എല്ലാം വരുന്ന, ഓട്ടോ ചാർജർ എല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് 2019 മോഡൽ. പിന്നെ ലോ കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ളൂ. പിന്നെ ചോദിക്കുന്നില്ല 15,50 കസ്റ്റമർ വണ്ടിയാണ്. മാന്യമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ 13 ലക്ഷം വരെ ലോൺ കിട്ടും. 13. അതെ, ഓക്കെ. അപ്പോൾ 2-2.5 ലക്ഷം ഉള്ളിൽ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫോക്സ്വാഗൺ ടൈഗൂൺ KL 80 രജിസ്ട്രേഷൻ വാഹനമാണ്. 2021 ഡിസംബർ. പിന്നെ ഹൈലൈനാണ്, മാനുവൽ ടർബോ, 27,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 11,90. 11,90,000 രൂപ. ഹൈലൈൻ ആണ്, 2021 ഹൈലൈൻ. ഒരു 11 രൂപ ലോൺ കിട്ടുന്നുണ്ടല്ലോ. അതെ, ടോപ്പിന്റെ താഴെ അല്ല, ടോപ്പ് ലൈൻ താഴെ ഹൈലൈൻ, അതിന് താഴെ കംഫർട്ട് ലൈൻ. മാനുവലിൽ ഹൈലൈൻ 1.0 ടർബോ. വാറണ്ടി 2025 വരെ ഉണ്ട്, 25 ഡിസംബർ വരെ. അതെ, ഓക്കെ. ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അത്യാവശ്യം പവർ ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും അല്ലേ? എത്ര വരും? മൈലേജ് എന്തായാലും 15 എന്തായാലും കിട്ടും. മാനുവലാണ്, ടർബോ ആണ്. കമ്പനി 21 ഒക്കെ പറയുന്നത്. എന്തായാലും 15 എന്തായാലും കിട്ടും. 15 എന്തായാലും കിട്ടും. അതെ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ 11,90 നമ്മളെ വില. ഒരു 11 വരെ ലോൺ കയറും. 11 ലക്ഷം വരെ ലോൺ കയറും. 11,90 കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടൊയോട്ട ഹൈറൈഡർ KL 85 ഫറൂഖ് രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ഇല്ല. 2023 ഹൈറൈഡർ പെട്രോൾ ആൻഡ് ഹൈബ്രിഡ്. ഓക്കെ, പെട്രോൾ ഹൈബ്രിഡ് G ഓട്ടോമാറ്റിക്, 20 ലക്ഷം രൂപയുടെ വണ്ടി. പിന്നെ ഇതിന് 6 മാസം ബുക്കിങ്ങും വീക്ക് 8 മാസം ബുക്കിംഗ് ആണുള്ളത്. ലൈവ് കേസാട്ടോ, വെറുതെ പറയില്ല, അന്വേഷിച്ചാൽ മതി. ഇതിന് 6 മാസം ബുക്കിംഗ്. അപ്പോൾ 6 മാസത്തിനകത്ത് ഇത് കിട്ടും. മറ്റേത് 8 മാസം ബുക്കിംഗാണ്. ചിലർ കൊല്ലമായിട്ടും കിട്ടുന്നില്ല. ഇത് സൺറൂഫ് ഇല്ലാത്ത മോഡൽ G ഓട്ടോമാറ്റിക്, 20 ലക്ഷം രൂപയുടെ വണ്ടി. അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് 50,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഈ ടൊയോട്ടൻ്റെ ഒറിജിനൽ സാധനങ്ങൾ, സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്നില്ല 18,4. 18,25,000 രൂപയ്ക്ക് 2023 മോഡൽ, ഒരു കൊല്ലം പഴക്കമില്ല. 14,000 കിലോമീറ്റർ G ഓട്ടോമാറ്റിക്. ഈ സെയിം സാധനമൊക്കെ കമ്പനി വിളിക്കുന്ന സാധനം വെക്കുന്നത്, ചിലർ പ്രീമിയത്തിനും വെക്കുന്നുണ്ട്. ഇതിന് മൈലേജ് കിട്ടും? ഇതിന് മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഹൈബ്രിഡ്. അതെ, കിട്ടുന്നുണ്ട്. പിന്നെ വാറണ്ടി, കമ്പനി വാറണ്ടി എന്തായാലും ഉണ്ടാവും. 17-18 എന്തായാലും കിട്ടും. ഞാൻ 20 കൂടെ 17-18 എന്തായാലും കിട്ടുന്നുണ്ട്. അതെ. എത്ര 26 വരെ ഉണ്ടോ വാറണ്ടി? 23 വണ്ടിയിൽ 26 വരെ ഉണ്ടാവും. 2026 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത മാസം വന്നാൽ, ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം പഴക്കവും. ഏപ്രിൽ വണ്ടി 2023 ഏപ്രിലാണ്. 2024 ഏപ്രിൽ വന്ന ഒരു വർഷം പഴക്കും. പിന്നെ കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്, KL 80 സബ് ആർട്ടി ഫറൂഖ് RTOs ആണ്. പിന്നെ ബ്ലാക്ക് അത്യാവശ്യം എൻക്വയറുള്ള കളറാണ്. 18 രൂപ റേഞ്ചിൽ വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 16 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. അപ്പോൾ ഒരു 2 lakhs 2.5 അതെ, കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. MG ഹെക്ടർ ആണ് അടുത്ത വാഹനം. ഡീസൽ പെട്രോൾ? MG ഹെക്ടർ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 2019 മോഡൽ, 40,000 കിലോമീറ്റർ ഓടി, 40-ന് സർവീസ് ഇപ്പോൾ ചെയ്തു. സെക്കൻഡ് ഓണർ. ഓക്കെ. പിന്നെ ഇൻഷുറൻസ് പുതിയതുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്നില്ല 12 ലക്ഷം രൂപ. 12 ലക്ഷത്തിന് 2019 ഷാർപ്പ് ടോപ്പ് ആണ്. ടോപ്പിന്റെ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. ഓക്കെ, ഒരു 11 ലക്ഷം വരെ ലോൺ കിട്ടും. നോർമൽ ഓട്ടോ ഓടിയുള്ളൂ, 40,000 കിലോമീറ്റർ 40-ന് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ എല്ലാം പോയ വാഹനമാണ്. ഒരു 10-11 മൈലേജ് ഉണ്ടാവും. 8 to 11 വേണ്ട. 8 to 10 കിലോമീറ്റർ. സാധാ നമ്മളൊരു ഓട്ടോമാറ്റിക് ബൈക്കിൽ പെട്രോൾ വണ്ടി എടുത്താൽ എല്ലാ വണ്ടിയുടെ മൈലേജ് ഏകദേശം എത്ര തന്നെ കേട്ടോ. 13-14 വലിയ സെഗ്മെന്റ്
ഈ റേഞ്ചിലേ കിട്ടുള്ളൂ. ചെറിയത് പറഞ്ഞാൽ വെന്യൂ സോൺടെക് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ആണ് മൈലേജ് കുറവ്. പക്ഷെ ഡീസൽ ആണെങ്കിൽ മാനുവലും അപ്പുറത്തുണ്ട് വണ്ടി, ആ മൈലേജ് കൂടുതലാണ്. അതുവാണെങ്കിൽ 15 കിട്ടും ഡീസൽ മാനുവൽ ആകുമ്പോൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് 11 വരെ ലോൺ കിട്ടും, 12 വില. ഓക്കെ. അടുത്തൊരു ബലേനോ KL ഏതാ രജിസ്ട്രേഷൻ? ഇത് KL 65 തിരൂരങ്ങാടിയാണ്. KL 65 2016 ബൊലേനോ ഡീസൽ ആൽഫ. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വാഹനം, നല്ല മൈലേജ് ഉണ്ടാവും. മാനുവൽ 23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും, 20 to 23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 10,75,000 രൂപ അന്ന് വിലയുള്ള വണ്ടിയാണ്, 10.25 വിലയുള്ള വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടി, 70 സർവീസ് ചെയ്തു. സിംഗിൾ ഓണർ വണ്ടിയാണ്, യാതൊരുവിധ റീപ്ലേസോ ഫ്ലഡോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ബമ്പർ പോലും മാറിയിട്ടില്ല. നല്ല വണ്ടിയാണ്. വണ്ടി നമ്മൾ ചോദിക്കുന്ന 6 ലക്ഷം രൂപയാണ്. 6,50,000 രൂപയ്ക്ക് 2016 ആൽഫ ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 6.5 എന്നുള്ള ചോദിക്കുന്ന വിലയാണ്, മാന്യമായിട്ട് കുറച്ച് കൊടുക്കുക. ഒരു 5.5 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടും. അപ്പോൾ നോർമൽ കസ്റ്റമറിനാണെങ്കിലും 5.5 വരെ ലോൺ കിട്ടും. 6.5 ചോദിക്കുന്നു, മാന്യമായിട്ട് കുറച്ച് കൊടുക്കുക. വലിയ ഓട്ടം പോയില്ല കേട്ടോ, ഈ ഒരു വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഓട്ടമല്ല. പെട്രോൾ വണ്ടി 70,000 ഓടിയിട്ടുള്ള വണ്ടി, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലായിട്ട് ബൊലേനോ എന്ന് മാത്രം നോക്കരുത്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ ഏറ്റവും ടോപ്പ് എൻഡ് ബൈക്കിലാണ്. ടോപ്പ് എൻഡ് ഡീസലാണ്, അതെ, മാനുവൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സ്കോർപിയോ ആണ്, KL 6 രജിസ്ട്രേഷൻ വാഹനം. അതെ. KL 6 എന്ന് പറയുമ്പോൾ ഇടുക്കി. KL 6 ഇടുക്കിയാണ്, 2008 മോഡലാണ്. ഇടുക്കി വണ്ടികൾ അങ്ങനെ കാണാറില്ല. ഇടുക്കി ഒരു ഫ്രണ്ടിന്റെ വണ്ടി, പാർക്കേൻസിലാണ്. പാർക്കേൻസിൽ വണ്ടി വാങ്ങിച്ചാ ഞാൻ ചെയ്തതിൽ എനിക്ക് ഇതുവരെ KL 6 ചെയ്തതായിട്ട് ഓർമ്മയില്ല. ഇത്ര കാലത്തിൽ KL 6 പൊതുവെ വണ്ടി കുറവാണ്. അവരുടെ വണ്ടികൾ ചോരങ്ങി വരലില്ല, അവിടെ തന്നെ കച്ചവടം എല്ലാം. 2008 വണ്ടി, പുതിയ പേപ്പറാണ്, പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. വണ്ടികൾ ഗുഡാണ്. 2008 മോഡലുണ്ട്, മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഗുഡാണ്. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ, ഏറ്റവും ലേറ്റസ്റ്റ് പേപ്പർ, ഒരു മാസമായിട്ടുള്ളൂ. ഇത് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2008 സ്കോർപിയോ ഫുൾ പേപ്പർ ഉണ്ട്, ഫുൾ പുതിയ പേപ്പർ, ടാക്സ് പുതിയത്, റിന്യൂവൽ പുതിയത്, ഇൻഷുറൻസ് പുതിയത്. 2 ലക്ഷമാണ്. 2 ലക്ഷം വേറെ ഒരു പണിയില്ലല്ലോ, ഒരു പണിയില്ല. വണ്ടി ഗുഡാണ്, ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട്, ബോഡി എല്ലാം ക്വാളിറ്റി നല്ലതാണ്. പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, എല്ലാം ഗുഡാണ്. ചെറിയൊരു പൈസക്ക് 7 സീറ്റർ വണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടും? 2008 വണ്ടി ഒരു 10 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. എഞ്ചിൻ M2D ആണ്. ഇത് മൈലേജിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. കമ്പനി അന്ന് ഇറങ്ങുന്ന സമയത്ത് 17 കിലോമീറ്റർ മൈലേജ് പറഞ്ഞ വണ്ടിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, 10 to 12 എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ബൊലേറോ ആണ്, KL 65 രജിസ്ട്രേഷൻ. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അതെ, ബൊലേറോ 2017 മോഡൽ ZLX ആണ്. ZLX റിട്ടേൺ ടോപ്പ് എൻഡ് വണ്ടി, 32,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. 32,000 ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. യാതൊരുവിധ റീപ്ലേസ് ഇല്ല, ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി പോയിട്ടുണ്ട്, ഫ്ലഡോ കാര്യങ്ങളോ ഇല്ല. 7/10/2017 ZLX വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,10,000 രൂപയ്ക്ക് ഈ ഒരു ടോപ്പ് എൻഡ് ബൊലേറോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു SUV സെഗ്മെന്റ് വാഹനം, നല്ല ടയർസും എല്ലാം ഉണ്ട്, എല്ലാ ഭാഗവും ഗുഡാണ്. നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ, അപ്പൊ അതിനെ പോലെ തന്നെ ഇതിനകത്ത് കാണിക്കാത്ത കുറെ വണ്ടികളുണ്ട്. ഫോർച്യൂണർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, മറാസോ ഉണ്ട്, അതേപോലെ തന്നെ i20, i10 ഗ്രാൻഡുകൾ, കാണിക്കാത്ത വണ്ടികൾ വേറെ ഉണ്ട്. അതേമാതിരി പിന്നെ സ്കോർപിയോ, പിന്നെ അതേപോലെ തന്നെ ലാൻഡ് റോവർ, അതേപോലെ MG ഡീസൽ, അങ്ങനെ പല വണ്ടി കാണിക്കാത്തുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞുള്ളൂ ഞാൻ. ഓക്കെ, അപ്പോൾ ഏത് വണ്ടി ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിലും അയച്ചു തരും അല്ലേ? അതെ, ആവശ്യപ്പെടുന്ന ഏത് വണ്ടിയാണോ അതിൻ്റെ ഡീറ്റെയിൽ ഒരു അയച്ചു തരുന്നതാണ്. അത്രയേ ഉള്ളൂ. തൽക്കാലത്തേക്ക് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ. മൂപ്പറൊന്ന് ഉഷാറാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.